യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പർദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. കയറ്റിറക്കം നിറഞ്ഞതാണ് ജീവിതം. ചില സ്ഥലങ്ങളും അങ്ങനെയാകാം. കയറിയും ഇറങ്ങിയും കിതച്ചും തണലേറ്റുമുള്ള ഒറ്റയ്ക്കുള്ള നടത്തം. ദുരിതക്കയത്തിൽ സമാധാനം കിട്ടാൻ മനുഷ്യർക്ക് യാത്രകൾ അനിവാര്യമായത് ഏത് കാലഘട്ടം മുതലാണെന്നറിയില്ല. ചരിത്രരേഖകളിലും അതുണ്ടാകില്ല. വാണിജ്യ ആവശ്യത്തിനായി മനുഷ്യർ സഞ്ചരിച്ചു എന്ന് മാത്രമാണ് സ്കൂളിൽ പഠിച്ചത്. ഇതൊരു യാദൃശ്ചികമായ യാത്രയായിരുന്നു. ഇൻസ്റ്റയിലെ അൽഗോരിതം കാണിച്ചു തരുന്ന സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത് മനുഷ്യർക്ക് ശീലമായി മാറിയ കാലമാണ്. എന്നാൽ ഇതങ്ങനെ ആയിരുന്നില്ല. നമ്മളുടെ ലൈം ലൈറ്റിൽ അത്ര കണ്ട് എത്തിപ്പെടാത്ത ഭൂമിക. സമുദ്രനിരപ്പിൽ നിന്ന് 1372 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മല എന്നത് മാത്രമായിരുന്നു തുടക്കത്തിലെയുള്ള കൗതുക ഫാക്ടർ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിലൊന്നാണെന്ന് വരുന്ന വഴി അറിഞ്ഞു. പശ്ചിമഘട്ടത്തിൽ കേരള കർണാടക അതിർത്തിയിൽ കുടക് വനങ്ങൾക്ക് സമീപമാണ് മലയുള്ളതെന്ന് ബോർഡിൽ കണ്ടു. നടക്കുന്നതിനിടയിൽ സ്വാഭാവികമായും കുഴയും. അന്നേരമാകും തൊട്ടൊരു കാറ്റ് കടന്നു പോകുന്നത്. വീണ്ടും നടക്കും. അപൂർവമായ ജീവജാലങ്ങൾ പലതുണ്ടെന്ന് താഴെ നിന്നൊരു ചേട്ടൻ പറഞ്ഞു. ഇരുവശത്തും ഓരോന്നായി മിന്നിമായുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ശബ്ദം കൊണ്ട് സാന്നിധ്യം അടയാളപ്പെടുത്തുന്നവർ വേറെയും. 2.5 കിലോമീറ്ററിനടുത്താണ് മല കയറാനുള്ളത്. നടന്നു തന്നെ കയറണം. ഒരു പോയിന്റിൽ നെറ്റ് കിട്ടാതെയാകും. റേഞ്ചും പോയേക്കാം. ഒറ്റയ്ക്കാണെന്ന് തോന്നുകയേയില്ല. കയറ്റത്തിനിടയിൽ പകുതിയോളം പിന്നിടുമ്പോൾ ഫോറസ്റ്റ് ജീവനക്കാരെയും താൽക്കാലിക ടെന്റും കാണാം. നടന്നു കടന്നെത്തുമ്പോൾ മലമുകളിലെ നിരീക്ഷണ ഗോപുരം ദൂരക്കാഴ്ചയായി തെളിയും. വീണ്ടും നടക്കും. ലാൻഡ്സ്കേപ്പ് മാറ്റം മനസ്സിലും പ്രകടമാകും. ഇനിയുള്ള നടപ്പിൽ മരങ്ങൾ കൂട്ടിനില്ല, തണലിൻ്റെ സഹായമില്ല. എങ്കിലും കൺമുന്നിൽ നിരീക്ഷണ ഗോപുരം കാണാം. അങ്ങനെ അവിടെ എത്തി പടി കയറി മലയുടെ ഹൃദയഭാഗത്ത് നിന്നാൽ ആനന്ദമാണ്. ഇത്രയും നടന്നതിന് ഇരുന്നതിന് ആനന്ദമുള്ള മറുപടി, അതും ഹിൽ സ്റ്റേഷൻ വക. 2 കിലോമീറ്റർ അകലെയുള്ള കുടക് വനങ്ങൾ കൺകുളിർക്കെ അരികത്തെന്ന പോലെ നിൽക്കുന്ന കാഴ്ച. സാക്ഷിയായി കാറ്റിനൊത്ത് മാറിമറിയുന്ന പുൽമേടുകൾ. ജോൺ ബോൾ ജോർജിൻ്റെ അമ്പിളിയിലെ ഡയലോഗാണ് മനസ്സിൽ. എത്രമേൽ സരസമാം ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. ഈ മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് പർദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. പൈതൽ മലയെ ലോകമറിയട്ടെ, നാടാകെ ഒഴുകിയെത്തട്ടെ.